വയനാട് ദുരന്തം നടന്നിട്ട് ഇന്ന് 1 മാസം. ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിൽ നിന്നും ശ്രീകുമാർ നൽകുന്ന വിവരങ്ങൾ കാണാം ഇനി. കഴിഞ്ഞ 30 ദിവസമായി അടഞ്ഞുകിടന്ന വെള്ളാർമല സ്കൂൾ തുറക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ അല്ലെന്ന് മാത്രം തൊട്ടടുത്ത മേൽപ്പാടി സ്കൂളിലേക്ക് മാറ്റുകയാണ്. ഇതിന്റെ സാധന സാമഗ്രികളെല്ലാം മാറ്റുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇവിടെ അധ്യയനം ഉടനെ നടക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് തകരാറായി കിടക്കുകയാണ് കെട്ടിടങ്ങളും അതിന്റെ അവശിഷ്ട ഭാഗങ്ങളും. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന വെള്ളാർമല സ്കൂളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ അതിന്റെ നിയന്ത്രണത്തിലാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രദേശത്തെ കുട്ടികളുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും വലിയൊരു വിദ്യാകേന്ദ്രം കൂടിയായിരുന്നു ഈ വെള്ളാർമല സ്കൂള്. നമ്മോടൊപ്പം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗം ജുനൈദ് കൈപ്പാണി ചേരുകയാണ്. ഈ സ്കൂളിലെ പ്രവർത്തനം എന്തായാലും തുടങ്ങുകയാണ് അല്ലെ? എങ്ങനെയാണ്? തീർച്ചയായും ക്രമീകരണങ്ങളൊക്കെ ത്വരിതഗതിയിൽ നടന്നിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിലെ മുഴുവൻ സംവിധാനങ്ങളും മേപ്പാടി ഹയർ സെക്കൻഡറിയിലേക്ക് ഇതിനകം മാറ്റിയിട്ടുണ്ട്. അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഈ 2-ാം തീയതി ഒരു പ്രവേശനോത്സവം പ്രത്യേകമായി ക്രമീകരിച്ചുകൊണ്ട് നടത്താൻ പോവുകയാണ്. അതിനു മുന്നോടി ഇന്ന് മേപ്പാടിയിൽ വെച്ച് 2 സ്കൂളിലെയും അധ്യാപകർക്ക് അതേപോലെ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഒരു പ്രത്യേക മനോഘടന ഉദ്ഗ്രഥി ക്ലാസ് ഗവൺമെന്റിന്റെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാനസികമായും ഇതിന് കൃത്യമായി ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ സന്നദ്ധരാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 30 ദിവസമായിരിക്കുകയാണ്. അപ്പം ജില്ലാ പഞ്ചായത്തിന് എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു ഈ പറഞ്ഞ ദുരന്ത മേഖലയിൽ? ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഭരണസമിതി കൂടി ചേർന്ന് എടുത്ത തീരുമാനങ്ങൾ, ഒന്ന്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ യാതൊരു തകരാറുമില്ലാതെ കുറ്റമറ്റ രീതിയിൽ ഇവരെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷിഫ്റ്റിംഗിലടക്കം വിദ്യാഭ്യാസ സഹായ പദ്ധതികളും മറ്റുമൊക്കെ ജില്ലാ പഞ്ചായത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ 5 കോടി രൂപ ഈ ദുരന്ത മുഖത്തെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 5 കോടി രൂപ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ഈ ദുരന്ത മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജില്ലാ പഞ്ചായത്ത്, ഞങ്ങളെ സംബന്ധിച്ച് 16 ഡിവിഷനാണ് വയനാട്ടിൽ ജില്ലാ പഞ്ചായത്തിലുള്ളത്. ഈ 16 ഡിവിഷനിലെയും ഡിവിഷൻ മെമ്പർമാരുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ അവര് വെച്ച പുതിയ തുടങ്ങാനിരുന്ന പദ്ധതികളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ആ ഫണ്ട് മറ്റ് ഡിവിഷനുകളിൽ ഉപയോഗിക്കാതെ മുഴുവനായും ഈ ദുരന്തമുഖത്ത് ഉപയോഗിക്കണം എന്ന ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 5 കോടി രൂപ ഇങ്ങോട്ട് വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് വേണ്ട മാനസികമായിട്ടുള്ള കൌൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇനി? അതൊക്കെ ഗൗരവമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരെ തയ്യാറാക്കാൻ വേണ്ടി, അവരുടെ മനോഘടന കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ, ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയിൽ പഴയതിനേക്കാൾ നന്നായി ഇടപെടാൻ വേണ്ടി, സജീവമാക്കാൻ വേണ്ടി, സക്രിയമാക്കാൻ വേണ്ടി കൌൺസിലേഴ്സും അധ്യാപകരും അതേപോലെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളൊക്കെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണുള്ളത്. ഏതായാലും നമ്മൾ ഈ ദുരന്തത്തെയും മനോഹരമായി നമ്മൾ അതിജീവിക്കും. അത് ചിന്തകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, പ്രായോഗിക സമീപനങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളടക്കം പുതിയ തലമുറയടക്കം ഇതിന്റെ വിഹുലതകളിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ പുനരധിവസിപ്പിക്കാനും അതിജീവിപ്പിക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ. ജുനൈദ് കൈപ്പാണി പറഞ്ഞതുപോലെ തന്നെ ദുരന്തത്തെ മനോഹരമായി അതിജീവിക്കുമെന്നുള്ള ഒരു വലിയ മനോഹരമായ ഒരു വാക്കാണ്. അതുതന്നെയാണ് ഈ ചുരൽമലക്കാർക്കും പറയാനുള്ളത്. ഈ ദുരന്തത്തെ മനോഹരമായി തന്നെ അതിജീവിക്കുമെന്നുള്ള ഉറപ്പ് ഇവർക്കുണ്ട്, അതിനുള്ള ചങ്കുറപ്പുണ്ട്, അതിനുള്ള ആർജവം ഈ പറയുന്ന ഭരണാധികാരികൾക്കുണ്ട്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സ്കൂളിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.